സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 24, 25 തീയതികളിൽ നടന്ന പൊതുപരീക്ഷയുടെ ഏകീകൃത മൂല്യനിർണ്ണയ ക്യാമ്പ് പൂർത്തിയായി. പൂക്കോട്ടുംപാടം റേഞ്ചിന് കീഴിലുള്ള കൂറ്റമ്പാറ ഇർഷാദു സുബിയാൻ മദ്രസയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കരുളായി, ചോക്കാട്, പൂക്കോട്ടുംപാടം റേഞ്ചുകളിലെ 52 സെന്ററുകളിലായി പരീക്ഷ എഴുതിയ 5, 7, 10, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് ഇവിടെ മൂല്യനിർണ്ണയം നടത്തിയത്. ഇന്ന് രാവിലെ 8:30 ആരംഭിച്ച ക്യാമ്പ് വൈകുന്നേരം 5:30 വരെ നീണ്ടുനിന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാന കീഴ്ഘടകമായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 11,090 മദ്രസകളിൽ ഈ കഴിഞ്ഞ 24, 25 തീയതികളിൽ 2,92,240 വിദ്യാർത്ഥികൾ പൊതുപരീക്ഷ എഴുതുകയുണ്ടായി. നിലമ്പൂർ മേഖലയിലെ ചോക്കാട്, പൂക്കോട്ടുംപാടം, കരുളായി എന്നീ 3 റേഞ്ചുകളുടെ 52 കേന്ദ്രങ്ങളിലായി സെന്ററുകളിലായി നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പാണ് പൂക്കോട്ടുംപാടം റേഞ്ചിലെ കൂറ്റമ്പാറ മദ്രസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയ്ക്ക് നേതൃത്വം നൽകിയ 69 സൂപ്പർവൈസർമാർ തന്നെയാണ് വാല്വേഷനും നേതൃത്വം നൽകുന്നത്. വളരെ സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനമാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ ജമിയത്തുൽ മുഅല്ലിമീൻ ഉസ്താദുമാർ മുഖേന മദ്രസ മാനേജിംഗ് കമ്മിറ്റിയുടെ സഹകരണത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നിസ്സീമമായ സഹകരണമാണ് മദ്രസ മാനേജിംഗ് കമ്മിറ്റി, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹകരണം എടുത്തു പറയേണ്ടതാണ്. ഈ വർഷത്തെ മൂല്യനിർണ്ണയ ക്യാമ്പ് പൂക്കോട്ടുംപാടം റേഞ്ചിലെ കൂറ്റമ്പാറയിലെ മദ്രസ കമ്മിറ്റിയാണ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകം അഭിനന്ദിക്കുകയും എല്ലാവിധ സന്തോഷം അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ന് രാവിലെ 8:30 ആരംഭിച്ച് വൈകുന്നേരം 5 മണിയോടുകൂടി സമാപിക്കുന്ന ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, മദ്രസ മുഅല്ലിമീങ്ങൾ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും എല്ലാവിധ സന്തോഷങ്ങൾ നേരുകയും ചെയ്യുന്നു. ഡിവിഷൻ സൂപ്രണ്ട് KKM അമാനുള്ള ദാരിമിയാണ് ക്യാമ്പിന് പ്രധാന നേതൃത്വം നൽകിയത്. ഷിഹാബ് ഫൈസി കൂരാട്, മാനേജ്മെന്റ് സെക്രട്ടറി സുബൈർ കൂറ്റമ്പാറ, മുസ്തഫ ഫൈസി, മുഹമ്മദ് അലി ദാരിമി, PT ജമാലുദ്ദീൻ മുസ്ലിയാർ, യാക്കൂബ് മുസ്ലിയാർ, ബഷീർ ഫൈസി തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. KL 71 ന്യൂസ്, പൂക്കോട്ടുംപാടം.